അദ്ദേഹത്തിന്റെ കഥകളിലെല്ലാം തന്നെ അദ്ദേഹം തന്നെയാണ് തന്റെ കഥാപാത്രമായിട്ട് മാറുന്നത്. ഞാൻ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് അദ്ദേഹത്തിന്റെ കഥകളിലും നോവലിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നു. അതുപോലെ ഭൂമിയുടെ അവകാശികൾ എന്ന നോവലിനോളം തന്നെ വലിപ്പമുള്ള ആ ഒരു നോവലിലും മാനവികത, അതായത് ഈ ഭൂമിയിലെ എല്ലാ ചരാചരങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. തൊട്ടുകാരി മുതൽ ഉറുമ്പ് മുതൽ ആന വരെയുള്ള വലിയ ജീവജാലങ്ങൾക്കും മനുഷ്യൻ ഈ സമൂഹത്തില് അല്ലെങ്കിൽ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ ബേപ്പൂർ സുൽത്താന്റെ ഓർമ്മ ദിനമായ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് പരിപാടികളൊക്കെ ഇവിടെ അവതരിപ്പിക്കാൻ ടീച്ചേഴ്സും കുട്ടികളും ഒക്കെ തയ്യാറായിട്ടുണ്ട്. ആത്മാംശമുള്ള എഴുത്തിലൂടെ രചയിതാവെന്നതിനപ്പുറം കഥാപാത്രമായി ബഷീറിന്റെ സാന്നിധ്യം ലളിതസുന്ദരമായ പ്രയോഗങ്ങളോട് അനുഭവപ്പെടുന്നുണ്ട്. ബഷീറായി നമ്മുടെ മുമ്പിലെത്തുന്ന ക്രിസ്റ്റി. ഹാരി എന്ന ഹാബി ബഷീറിനെ ടാറ്റ എന്നായിരുന്നു വിളിച്ചിരുന്നു. 10ാം തരത്തിൽ പഠിക്കുമ്പോഴായിരുന്നു ബഷീറുമായുള്ള വിവാഹം. 2010 ജൂലൈ 15 78ാം ജന്മദിനത്തിൽ അവർ നിര്യാതയായി. ഫാത്തിമയുടെ ഫായും ബീവിയുടെ ബിയും ചേർന്നാണ് ഫാബിയായി. ഫാബിയെ നമ്മുടെ മുമ്പിലെത്തുന്ന ശ്രദ്ധിച്ചു. കഥാപാത്രമാണ് സുഹ്റ. ടീച്ചർ പറഞ്ഞ പോലെ ഇമ്മിണി വലിയ ഒന്നെന്ന പ്രയോഗം മലയാളികൾക്ക് സമ്മാനിച്ച കഥയാണ് ബാല്യകാല സഖി. സുഹ്റയും മജീദിന്റെയും കഥയിലൂടെ നോവൽ കടന്നുപോകുന്നത്. സുഹൃത്തുക്കളായി നമ്മുടെ മുമ്പിലെത്തുന്നത് അയോണ ആൻഡ് ശിവന്യ. കഥാപാത്രമാണ് സാറാമ്മ. കേശവൻ നായരുടെ പ്രേമഭാജനമായ സാറാമ്മ ശമ്പളത്തിന് പ്രേമിക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കുകയാണ്. ഭാവിയെക്കുറിച്ചുള്ള അവരുടെ ചർച്ചകൾ ഏറെ രസകരമായാണ് അവതരിപ്പിക്കപ്പെടുന്നത്. സാറാമ്മകളായി നമ്മുടെ മുമ്പിലെത്തുന്നു ആമിറ സജോയ് ആൻഡ് ക്രിസ്റ്റീന. എന്ന നോവലിലൂടെ കൃഷിയോട് സ്ഥിതിയാക്കിയ കുടുംബ സ്നേഹി മൂത്ത സഹോദരി. ബഷീറിനൊപ്പം കുടുംബാംഗങ്ങളും നിറഞ്ഞു നിൽക്കുന്ന നോവലിലെ ശ്രദ്ധേയ കഥാപാത്രം. ഫാത്തിമയെ നമ്മുടെ മുമ്പിലെത്തുന്നു അനാമിയ അനീഷ്. മകൾ എന്ന കൃതിയിലെ നായിക കഥാപാത്രം. ഒറ്റക്കണ്ണം പോക്കറുടെ ഓമന മകളാണ് സ്ഥലത്തെ പ്രധാന സുന്ദരിയും സമർത്ഥയുമായ സൈനബ. മണ്ടം മുത്തബയെ മുച്ചീട്ടുകളിൽ ജയിപ്പിച്ച് സൈനബയുടെ ബുദ്ധിയാണ്. സൈനബയെ എത്തുന്നു അമൃത ദീപു. പ്രശസ്തമായ നോവലിലെ കഥാപാത്രമാണ് നാരായണി. മലയാളത്തിലെ പ്രശസ്തമായ ഒരു പ്രേമകഥയാണ് ഇത്. നാരായണി നമ്മുടെ മുമ്പിലെത്തുന്നു ഇവാനിയ തോമസ്. പൊതുപുരുഷം എന്ന രചനയിലെ കഥാപാത്രമാണിത്. പാതിരാത്രി ചാണകം മോഷ്ടിക്കാൻ ശ്രമിച്ച രാമൻ നായർ ഇരുട്ടിൽ ചാണകമാണെന്ന് കരുതി വാരാൻ ശ്രമിച്ചത് പാറക്കുട്ടി എന്ന ആനയാണ്. അങ്ങനെ രാമൻ നായർ ആനവാരി രാമൻ നായരായി. ആനവാരി രാമൻ നായരെ നമ്മുടെ മുമ്പിലെത്തുന്നു ഹാബേൽ രാജു.